പൊതുവെ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആർക്കും ഉണ്ടാകുന്ന കൈൻഡ് ഓഫ് സ്ട്രഗിളുകളൊക്കെ തന്നെ. കാരണം പോയതും പഠിച്ചതും വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ശേഷം ഞാൻ സിനിമാറ്റോഗ്രഫി പഠിക്കാനാണ് പിന്നെ കയറുന്നത്. കയറിയതിന് ശേഷം അതിന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജീവിക്കാനായിട്ടുള്ള കാശുണ്ടാക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് കഴിഞ്ഞ് പിന്നീടൊരു സമയം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിയുന്നു. ഇവരെ എല്ലാവരെയും എന്താ നിലനിർത്തി പോവുക എന്ന് പറയുന്നതിനുള്ള സമ്പാദിക്കാനുള്ളതും അതിനൊപ്പം തന്നെ എന്താ പറയുക നമ്മുടെ പാഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനും മറ്റാരും ചെയ്യുന്ന സ്ട്രഗിളുകൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഒരുപക്ഷെ എന്താ ഇങ്ങനെ സ്ട്രഗിൾ എന്ന് പറയാൻ എന്താ പറയുക സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഇതുണ്ടായത് ഞങ്ങൾക്ക് കുട്ടിക്കാലം ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നില്ല അച്ഛനുള്ള കാലത്ത്. അതിൽ നിന്ന് മാറി ഒരു വേർഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ആ മാറ്റത്തിൻ്റെ സ്ട്രഗിൾ തന്നെയാണ് കൂടുതലും. പിന്നെ എന്താ പറയുക അസിസ്റ്റ് ചെയ്യണം എത്രയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞ ആരും സിനിമ വരില്ല. നമുക്കൊരു ബോഡി ഓഫ് വർക്ക് വേണം. അതിനായിട്ട് പുതിയ ആളുകളെ കാണണം, പുതിയ എന്താ പറയുക കൂട്ടുകെട്ടുകൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ഇതെല്ലാം വളർന്നു വരണം. പിന്നെ പലപ്പോഴും പല സിനിമകളും മുമ്പും സംഭവിച്ചാണ് പലതിൽ നിന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മുമ്പൊരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ള പേരിൽ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ പല ഇതുകളും മുമ്പും സംഭവിച്ചിട്ടുണ്ട്. നടക്കാതെ പോയ സിനിമകളുണ്ട്. ഇതേ സ്ട്രഗിളുകളൊക്കെ തന്നെ ഏതൊരു സിനിമ ചെയ്യാൻ നടക്കുന്ന അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലേക്കും പുതിയതായിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന ആൾക്കുണ്ടാകുന്ന സ്ട്രഗിളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു സ്പെഷ്യലായിട്ട് പുതിയൊരു സാധനമൊന്നും ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ സ്ട്രഗിളുകൾ എൻ്റെയാണ്. അതിൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം ഞാൻ അനുഭവിച്ചത് തന്നെയാണ്.